ക്യോട്ടോയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പല സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഫുഡ് സെക്ഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തിരക്കുണ്ടെങ്കിലും കിയോസ്മി വേറെ ടെമ്പിളിൻ്റെ അത്രയും തിരക്കില്ല. ഇത് വേറെ ഫുഡിൻ്റെ ഒരു ഏരിയ ആണ്. ആൾക്കാർ ഇവിടെ നിന്ന് കഴിക്കുകയാണ്. ക്രാബ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ഒരു തിരക്ക് കുറഞ്ഞ സ്ട്രീറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി വീതിയുള്ള ഈ ഷോപ്പിംഗ് ഏരിയയിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആണ് ക്യോട്ടോയിൽ. ടവറുണ്ടോ? ഞങ്ങൾ ക്യോട്ടോ ടവറോ ടോക്കിയോ ടവറൊക്കെ നോക്കി നടക്കുകയാണ്. ഇതുവരെയായിട്ടും കിട്ടിയില്ല. ശരി, നോക്കാം. ക്യോട്ടോ സിറ്റി കൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഒരു മെയിൻ റോഡായത്. നല്ല വലിയ സൈഡ് വാക്കിൻ്റെ ടൈൽസ് കണ്ടോ? ബ്ലാക്കും ഗ്രീനും ഷെയ്ഡ്സിൻ്റെ ടൈൽസാണ്. ഗ്രീൻ ലൈറ്റ്, നമുക്ക് ക്രോസ് ചെയ്യാം. നടക്കുന്ന പാതിയാണ്. കണ്ട നമുക്കിവിടെ കിടന്നുറങ്ങാൻ പോകും. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. നടുക്കല്ല, ഒരു സൈഡിലേക്ക് റൈറ്റിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കൂടെ വേണം സൈക്ലിസ്റ്റിന് ഓടിക്കാൻ. സൈക്കിളിൻ്റെ സിമ്പിൾ. മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് നല്ല മരങ്ങളും ഒരേപോലെ ഇരിക്കുന്ന മരങ്ങളും. ഓട്ടം ആയി തുടങ്ങി, അതുകൊണ്ട് ലീവ്സൊക്കെ കുറച്ച് കുറവാണ്. ഇത്തിരി യെല്ലോയിഷും ഇടയ്ക്കിടയ്ക്ക് ചില ബ്രൗൺ റെഡിഷും ആവുന്നുണ്ട് മരങ്ങളൊക്കെ. ഞങ്ങളിങ്ങനെ നീജോ കാസലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ക്യോട്ടോ സിറ്റി ഷോപ്പിംഗ് സ്ട്രീറ്റിൽ നിന്ന് നീജോ കാസലിലേക്ക്. കാസലിൽ മിക്കവാറും അടച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു വാക്ക്, എന്നിട്ട് ഇന്നത്തെ ആക്ടിവിറ്റീസ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കണം. കുറേ പേർക്ക് ഇവിടെ പട്ടികളൊക്കെ ഉണ്ട്. നന്നായിട്ട് ഗ്രൂം ചെയ്ത പട്ടികൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഷോപ്സും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഗ്രീനായി ക്രോസ് ചെയ്യാം. ചെറിയ വഴികളുണ്ട്. അതിനും ചെറിയ വഴികൾക്കും ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. ഓക്കെ, ഞങ്ങൾ നിജോ കാസലിൽ എത്തിയിരിക്കുന്നു. സിറ്റി തന്നെയാണത്. ചെറിയ കാസലാണ്. ഇവിടുത്തെ ഷോഗണ്ട കാസലാണ്. രാജാവിൻ്റെ എല്ലാം. രാജാവിൻ്റെ കാസൽ അപ്പുറത്ത് ഇമ്പീരിയൽ വലുതുണ്ട്. ആ കാസലിൽ ടോക്കിയോയിലെ എംപററൊക്കെ പണ്ട് അവിടെയായിരുന്നു. പിന്നെ ടോക്കിയോയിലേക്ക് മാറി ക്യോട്ടോയിൽ. ഇത് അതല്ല, ഇത് ഷോഗണ്ട കാസൽ.
വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം. പക്ഷേ ഒസാക്ക കാസലിൻ്റെ അടുത്തൊന്നും വരില്ല. സിറ്റിയുടെ നല്ല തിരക്കൊക്കെ ആൾക്കാർ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ജാരൻ എന്ത് നടന്നു പോകും. ജാരൻ കാക്കേനെ വിളിക്കാൻ നോക്കണ്ട്. കാക്കേനെ കാണാനില്ല ഇവിടെ. നിജോ കാസലിൻ്റെ അവിടം വരെ പോയി തിരിച്ചു വരികയാണ്. ആസ് എക്സ്പെക്റ്റഡ് ക്ലാസ്സിൽ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ ചുമ്മാ ഒന്ന് നടക്കാനായിട്ട് തന്നെ ഇറങ്ങിയതാണ്. വീണ്ടും സബ്വേയിലേക്ക് കയറാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. വലിയ ഫുട്പാത്തിൽ കൂടെ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇവന് നല്ല ലേയേഴ്സിൽ കുറേ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ ബൈ. Zarin.